ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെ നിങ്ങൾക്കറിയോ? ഏ അറിയോ? ആ, ബീച്ചിലല്ല, പുഴക്കരയിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്നത് ഇഷ്ടമാണോ? നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാറുണ്ടോ മണ്ണിൽ? ഏ എഴുതാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ നമുക്കിന്ന് സ്വരാക്ഷരങ്ങളൊന്ന് എഴുതി നോക്കിയാലോ ഇവിടെ? എഴുതാം. പിന്നെ ഒരു കാര്യം, നമ്മൾ എഴുതുന്നത് ഈ പുഴ അറിയണ്ട. ഇതിൻ്റെ തിരകൾ വന്ന് നമ്മൾ എഴുതുന്നതൊക്കെ മായ്ക്കും. വല്ലാത്തൊരു കുസൃതി പുഴയാ ഇത്. എന്നാൽ നമുക്ക് എഴുതിയാലോ? പുഴയറിയാതെ എഴുതാം അല്ലേ? എന്നാൽ കൂട്ടുകാരെല്ലാം ഓക്കെ പറഞ്ഞേ. പറയൂ. ഓക്കേ. ആദ്യം നമ്മൾ എഴുതുന്ന അക്ഷരം ഏതാണ്? കൂട്ടുകാർക്ക് ഈ അക്ഷരം പരിചയമുണ്ടോ? ഉണ്ടോ? ഏതാണ് അക്ഷരം? ആ ആ എന്നാണ് ഈ അക്ഷരം അല്ലേ? അമ്മ എന്നെഴുതുന്ന ആ അല്ലേ? അമ്മ എന്നെഴുതുന്ന ആ എന്ന അക്ഷരമാണിത്. എല്ലാവരും ഉറക്കെ പറയൂ. ആ. അയ്യടാ, ഈ തിര നമ്മൾ എഴുതുന്നത് കണ്ടല്ലോ. ഇനി എന്തു ചെയ്യും? നമുക്കിനി അടുത്ത അക്ഷരം തന്നെ അങ്ങോട്ട് എഴുതാം അല്ലേ? പുഴയെ അങ്ങ് തോൽപ്പിക്കണം നമുക്കിന്ന് എഴുതിയിട്ട്. ഏതാണ് ഈ അക്ഷരം? ആന എന്ന് എഴുതുന്ന അക്ഷരമാണ്. ആന എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതുന്ന അക്ഷരമാണ്. ഏതാണ്? ആ എന്നാണ് അല്ലേ? വെരി ഗുഡ്. ആ എന്ന അക്ഷരമാണിത് അല്ലേ? എല്ലാവരും ഉറക്കെ പറയൂ. ആ. അയ്യോ, തിര വീണ്ടും നമ്മളെ പറ്റിച്ചല്ലോ. നമ്മൾ എഴുതിയത് മാഞ്ഞു പോയല്ലോ. എന്നാൽ ഇനി അടുത്ത അക്ഷരം എഴുതാം അല്ലേ? ഏതാണ് അക്ഷരം? ഞാനൊരു ക്ലൂ തരാം. ഇല എന്ന് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന അക്ഷരമാണിത്. ഏതാണ്? വെരി ഗുഡ്. ഈ ആണല്ലേ? ഈയും പോയി. ഈയും പുഴയിൽ അലിഞ്ഞു പോയി അല്ലേ? ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതി നോക്കിയാലോ? ഏതാണ് അക്ഷരം? ഈച്ച എന്ന് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന അക്ഷരമാണ് അടുത്തത്. ഏതാണ്? ആ, വെരി ഗുഡ്. ഈ എന്നാണ് അല്ലേ? ഈ. ഒന്നുകൂടെ പറയൂ. ഈ എന്ന അക്ഷരമാണല്ലേ? ഈ അക്ഷരം പുഴ കണ്ടില്ലേ? തിരകളൊന്നും ഇവിടെ എത്തിയില്ലെന്ന് തോന്നുന്നല്ലോ അല്ലേ? അതാ പോയല്ലോ. ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതാം. അടുത്ത അക്ഷരം ഏതാണ്? പറയൂ. ഊ. ഊ എന്ന അക്ഷരമാണിത്. ഊ. കൂട്ടുകാർക്ക് ഊ എഴുതാൻ അറിയുമോ? അറിയുമോ? ഇങ്ങനെയാണ് ഊ എന്ന് എഴുതുക. അടുത്ത അക്ഷരം ഏതാണ്? ആദ്യം എഴുതിയ ഊ തന്നെ എഴുതിയിട്ട് അതിലൊരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. എന്താണ്? ഊ എന്നാണ് ഈ അക്ഷരം വായിക്കുക. ഊ. കൂട്ടുകാർ ഉറക്കെ പറയൂ. ഊ. അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഏതാണ്? ഋഷഭം എന്ന് എഴുതും നമ്മളല്ലേ? ഋഷഭം. ഋഷഭം, ഋഷി എന്നൊക്കെ എഴുതുന്ന എന്ന അക്ഷരമാണിത്. കൂട്ടുകാർക്ക് അറിയോ? എഴുതാൻ ഇത്തിരി പ്രയാസമുണ്ടാകും, എന്നാലും നമുക്ക് കുറേ തവണ എഴുതി അങ്ങ് പഠിക്കാം അല്ലേ? ഈ തിരകളുടെ കുസൃതി കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ എഴുതുന്നതൊക്കെ മായ്ച്ചു കളയുന്നു അല്ലേ? ഇനി നമ്മൾ അടുത്ത അക്ഷരം എഴുതാം. ഏതാണ് അടുത്ത അക്ഷരം? പറയൂ. എ. എന്നാണ് അടുത്ത അക്ഷരം അല്ലേ? എ. ഉറക്കെ പറയൂ. എ. ഒന്നുകൂടെ. എ. അടുത്ത അക്ഷരം ഏതാണ്? ഏതാണ്? ഏലക്കായയിലെ ഏ അല്ലേ? ഏത്തപ്പഴത്തിലെ ഏ എന്ന അക്ഷരമാണിത്. അടുത്ത അക്ഷരം ഏതാണ്? കൂട്ടുകാർക്ക് അറിയുമോ? അറിയില്ലേ? അറിയുമോ? ഏതാണ് അക്ഷരം? ഐസ്ക്രീമിലുണ്ട് ഈ അക്ഷരം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിലുണ്ടല്ലോ ഈ അക്ഷരം. ഏതാണ്? ഐ. വെരി ഗുഡ്. ഐ എന്ന അക്ഷരമാണിത്. അടുത്ത അക്ഷരം ഏതാണ്? ഏതാണ്? പറയൂ. ഏതാണ് അടുത്ത അക്ഷരം? ഒന്നിലുണ്ട് ഈ അക്ഷരം. അറിയുമോ? ഓ, വെരി ഗുഡ്. ഓ എന്ന അക്ഷരമാണിത്. അടുത്തത് ഏതാണ്? ഒരു ക്ലൂ തരട്ടെ. ഓലയിലുണ്ട് ഈ അക്ഷരം.
ഓലയിലുണ്ട്. ഏതാണ്? ഓ എന്ന അക്ഷരം. വെരി ഗുഡ്. കൂട്ടുകാർക്ക് എല്ലാം അറിയാമല്ലോ. ഓ ഓ എന്ന അക്ഷരമാണിത്. അടുത്തത് ഏതാണ്? ആരാ പറയുക എന്ന് നോക്കട്ടെ ഞാൻ. അടുത്ത അക്ഷരം ഏതാണ്? അടുത്ത അക്ഷരം ഔഷധത്തിലുണ്ട്. ഏതാണ്? ഔ വെരി ഗുഡ്. ഔ എന്ന അക്ഷരമാണ്. ഔഷധം എന്നാൽ എന്താണ്? മരുന്ന് അല്ലേ? നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് എന്ത്? ഔഷധം. അടുത്ത അക്ഷരമാണ് ഏതാണ്? ആയല്ല. ആയുടെ മുന്നിൽ ഒരാൾ കൂടെ ഉണ്ട്. അംബുജം. അംബുജത്തിലുള്ള എന്ന അക്ഷരമാണിത്. അടുത്തതോ? പറയൂ. അടുത്തത് ഏതാണ്? ഏതാണ്? ആയല്ല. കൂട്ടുകാരെല്ലാം എന്ന് പറയുന്നല്ലോ. ആയല്ല, ഇത് എന്ന അക്ഷരമാണ്. പറയൂ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ബൈ.